മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ അത് നടക്കും. മമ്മൂട്ടിയും കുടുംബവും കാലങ്ങളോളം താമസിച്ച കൊച്ചി പനമ്പിള്ളി നഗറിലെ വീട് ആരാധകർക്കും ടൂറിസ്റ്റുകൾക്കുമായി തുറന്നു നൽകുകയാണ്. മമ്മൂട്ടി സ്യൂട്ട്, ദുൽഖർ അബോർഡ്, സുറുമി സ്പേസ്, ഗസ്റ്റ് റൂം എന്നിങ്ങനെ 4 മുറികൾ. 8 പേർക്ക് സുഖമായി താമസിക്കാം. ഒരു സമയം ഒരു ഗ്രൂപ്പിന് മാത്രമേ താമസിക്കാനാകൂ. ഒരു രാത്രി ഇവിടെ തങ്ങാൻ 75,000 രൂപ നൽകണം. മമ്മൂട്ടിയുടെ ഈ വീട്ടിൽ താമസിച്ചാൽ കൂടുതൽ പ്രത്യേകതകളുണ്ട്. മമ്മൂട്ടിയുടെ ജെട്ടിയുണ്ട്, മമ്മൂട്ടി അപ്പിയിട്ട കക്കൂസ് ഉണ്ട്, മമ്മൂട്ടി തുപ്പിയ വാഷ് ബേസിൻ ഉണ്ട്, അതുപോലെ മമ്മൂട്ടി കിടന്ന കട്ടിലുണ്ട്, മമ്മൂട്ടി കുക്ക് ചെയ്ത അടുക്കളയുണ്ട്. എന്തൊരു ഗതികേടാന്ന് നോക്കി. മലയാളികളെ ഇങ്ങനെ ആ പണിയാ ചെയ്യുന്നത്. ആ പണിക്ക് വേണ്ടി മലയാളികൾ നിന്നും കൂടെ കൊടുക്കുവാണേ. മമ്മൂട്ടി എന്ന നടനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ അറിവോടുകൂടി ഈ ഒരു പണി, അതും 75,000 രൂപ ഒരു ഒറ്റ ദിവസത്തേക്ക് വേണ്ടി മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടി. എന്ത് 75,000 രൂപ കൊടുത്ത് മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിച്ച വല്ല പുണ്യം കിട്ടുമോ? മലയാളികളെ ഇങ്ങനെ പച്ചക്കങ്ങ് ചെയ്യരുത്. അത് മോശമാണ് കേട്ടോ. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. അത് ഏതായാലും നല്ല പരിപാടിയായിട്ടുണ്ട് സംഭവങ്ങൾ. ഇത് മറ്റേ പിണറായി വിജയൻ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് ഒരു ബസ് ഉണ്ടാക്കിയല്ലോ, ആ ബസ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതുകൊണ്ട് മ്യൂസിയത്തിൽ വെക്കാം. മ്യൂസിയത്തിൽ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരും. നമ്മുടെ ബാലസഖാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ ഈ ബസ് കാണാൻ വരും. ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ആയിരക്കണക്കിന് ആളുകൾ ക്യൂ ആയിരിക്കാന്ന് പറഞ്ഞു. അവസാനം കട്ടയും പടവും പൂട്ടി പെട്ടിപ്പുറത്തിരിക്കുവാണ് ഈ സാധനം. ജനങ്ങളുടെ കോടികളാ പോയത് എന്ന് പറഞ്ഞതുപോലെ ജനങ്ങള് അദ്ദേഹത്തിന്റെ അഭിനയവും അദ്ദേഹത്തിന്റെ സിനിമകളും കണ്ട് മമ്മൂട്ടി എന്ന ആ വലിയ നടനെ ഒരു നല്ലൊരു ലെവലിൽ, സമൂഹത്തിൽ നല്ലൊരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട് എന്നും കരുതി അങ്ങ് മുതലെടുക്കുവാണോ? മലയാളികളെ അങ്ങ് പച്ചയ്ക്ക് അങ്ങ് തീറ്റിക്കുവാണോ? എന്റെ പൊന്നു മമ്മൂക്ക, ഈ പണിയുടെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങളെ ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നതല്ലേ?